ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു റീഅഷ്യൂറൻസാണ്. നമ്മളൊരു ചെറിയൊരു എമൗണ്ട് പ്രീമിയമായി കൊടുത്ത് നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു എമൗണ്ടുമായിട്ട് നമ്മൾ കൊടുത്ത് മുൻകൊണ്ട് നമുക്കൊരു രോഗം വരുന്നു, അതിനു വേണ്ടി ആ രോഗത്തിന് വേണ്ടിയിട്ട് മുൻകണ്ട് നാളെ വന്നാൽ എനിക്കൊരു സെക്യൂരിറ്റി വേണം എന്നുള്ള രീതിയാണ്. അതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസിൻ്റെ റീഅഷ്യൂറൻസ് എന്ന് പറയും. അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ ഒരു റീഅഷ്യൂറൻസാണ്. അപ്പോൾ നമ്മളൊരു ഈ ഗൾഫിലിപ്പം ചെറിയ ബ്ലൂ കോളറിനുള്ള ഒരു പദ്ധതിയായാലും 150,000 കവർ ചെയ്യുന്നു. അബുദാബിയിലാണെന്നുണ്ടെങ്കിൽ 250,000 ദിർഹംസ് കവർ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഒരു ക്യാൻസർ രോഗിയായി വന്നാൽ ഒരു വർഷത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ എത്ര പൈസ വരും? ഏകദേശം അത്രയൊക്കെ വരുള്ളൂ. വളരെ അപൂർവമാണ് നമ്മൾ ഏതൊരു രോഗത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഇത്രയും 10-18 വർഷ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സാധാരണഗതിയിൽ ഒരു കാർഡിയാക്ക് അസുഖം വന്ന്, അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ കിഡ്നി അസുഖം വന്ന് ഒരു 200,000 അല്ലെങ്കിൽ 150,000 തന്നെ ധാരാളം. അത് 70,000 80,000 ഒക്കെ കവർ ചെയ്യുന്നത്. ഈ കവർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ കൊടുക്കുന്ന 600 രൂപ അല്ലെങ്കിൽ അബുദാബിയിൽ 900 രൂപ കൊടുത്തിട്ടാണ് റീഅഷ്യൂർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ലോകത്ത് വേറെ എവിടെയില്ല. ലോകത്ത് ഗവൺമെൻറ് ഫണ്ട് ചെയ്യാണ്, ഇവിടെ ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ ജനങ്ങളാൽ തന്നെ ഒരു റീഅഷ്യൂറൻസ് ഉണ്ടാക്കിയതാണ് UAE ഇൻഷുറൻസ്. അതുകൊണ്ടാണ് ലോകത്ത് ഏത് രാജ്യങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10% ഇൻഷുർഡ് ആയിരിക്കും, 20% ആയിരിക്കും, അല്ലെങ്കിൽ 30%. ഈ രാജ്യത്ത് ഏകദേശം 90% ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവരെല്ലാവരും ഇൻഷുർഡാണ്, സെക്യൂർഡാണ്. അവർക്ക് എന്ത് അസുഖം വന്നല്ല. പിന്നെ നമ്മൾക്ക് അറിയാതെ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് പലർക്കും അറിയില്ല, നിങ്ങളും 70 ദിർഹംസ് കൊടുത്തിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഈ 3 മാസം അല്ലെങ്കിൽ 1 മാസം ഇതിൽ നിങ്ങളും കവേർഡാണ്. അതായത് ക്രിട്ടിക്കൽ കെയർ. അതായത് ഒരു അസുഖം വന്ന് നമ്മളൊരു യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മളുടെ മെയിൻ്റനൻസ് അസുഖങ്ങൾക്ക് വേണ്ടി വരില്ല, അല്ലേ? അപ്പോൾ ആ വരുന്നത് ആ ചെറിയ പൈസയ്ക്ക് നിങ്ങളൊരു വിസ എടുത്ത് വരുമ്പോൾ അതിനകത്ത് ഒരു പോർഷൻ ഇൻഷുറൻസാണ് അത് കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ UAE 4 ഇൻഷുറൻസ് കമ്പനിക്കാണ് അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്താണ് കവർ ചെയ്യുന്നത്? നിങ്ങൾക്ക് മാനേജ്മെൻ്റ് ആയിരിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാർട്ട് അസുഖം, ഡയബറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവിടുന്ന് മേടിക്കും. പക്ഷെ ഒരു ക്രിട്ടിക്കൽ കെയർ വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യും. അതിനും കൂടിയിട്ടുള്ളതാണ് ആ വിസയ്ക്കകത്ത് അവരെടുക്കുന്ന ഒരു 70 ദിർഹംസ് എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത്, എന്നാൽ നേരെ മറിച്ച് ഈ പറയുന്ന ഗവൺമെൻറ് ഒരു വലിയ ക്രിട്ടിക്കൽ കെയറായി ഒരു വെൻറ്റിലേറ്ററിലേക്ക് പോകേണ്ടി വന്നു, ഒരു ബ്രെയിൻ സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് വന്നു, ഓരോന്നും 70,000-80,000 ആകും. ചിലതൊക്കെ വെൻറ്റിലേറ്ററിൽ പോയിക്കുന്ന 3 ലക്ഷം 4 ലക്ഷം ദിർഹംസൊക്കെ ചിലവാക്കുന്നു. അതൊക്കെ തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു പ്രീമിയം അടച്ച് എല്ലാവരും നന്മയോടുകൂടി എല്ലാവരും കൂടി പങ്കുകൊണ്ടിട്ട് വരുമ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായാലും ശരി, ഗവൺമെൻറ്റിനായാലും ശരി, ഒരു രോഗിക്ക് വേണ്ട ഒരു ന്യായമായ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള സൗകര്യങ്ങൾ മെഡിക്കൽ നോളജ് കൂടിയിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് നമ്മളെ UAE ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകേണ്ടത്, നിങ്ങളെ കമ്പനിയോ ഒരു 4,000 ദിർഹംസിന് താഴെയുള്ള ആൾക്കാർക്ക് എടുക്കുന്ന ഇൻഷുറൻസാണ് ഈ 600 രൂപ എന്ന് പറയുന്നത്. ഈ 600 രൂപയോ 525 അല്ലെങ്കിൽ 700 ദിർഹംസോ ഉണ്ട്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു ഡോക്ടറെ പോയി കണ്ടുവന്നു കഴിഞ്ഞാൽ മരുന്ന് മേടിക്കലും അതുപോലെ തന്നെ ആ കൺസൾട്ടൻ്റ് ഉണ്ട്. ഒരു കാർഡിയോളജിസ്റ്റ് മിനിമം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ 500 രൂപ വേണം, നല്ല ഹോസ്പിറ്റലിൽ. ഒരു രണ്ടാമത്തെ തരത്തിലുള്ള, അതായത് തരം തിരിച്ച് നോക്കിയാൽ 300 രൂപ കൊടുക്കണം. അദ്ദേഹം എഴുതി തരുന്ന മെഡിസിൻ, ഇപ്പോൾ ഡയബറ്റീസും ഹാർട്ട് പ്രോബ്ലം ഉള്ള ഒരാൾക്ക് എഴുതുമ്പോൾ എന്തായിരിക്കും 100-400 രൂപയുടെ മെഡിസിൻ ആകും. അപ്പോൾ തന്നെ അയാൾ അടയ്ക്കുന്ന ഈ 600 രൂപ 525 രൂപ തീർന്നു പോയി. പിന്നെ എങ്ങനെയാണ് അടുത്ത മാസം? ഇതൊരു മാസത്തേക്കുള്ള മരുന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഡോക്ടറെ കാണണം, പെട്ടെന്ന് ഒരു നെഞ്ഞുവേദന വന്നാൽ വീണ്ടും വന്ന് നോക്കണം എവിടെയുണ്ട്. അങ്ങനെയാണ് ഇതിന് ഈ ഇൻഷുറൻസ് റീഅഷ്യൂർ ചെയ്തിട്ട് അഷ്യൂറൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു അസുഖം ഇത്രയും ചെറിയ പൈസയിൽ വന്നു ഞാൻ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഇതെന്തിനാണ് ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൾഫിലുള്ളവർ, പ്രത്യേകിച്ച് മലയാളികൾ, അതുപോലെ ഇന്ത്യക്കാർ, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളിതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കണം. മിസ്യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഡോക്ടർമാർക്ക് പോകുമ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞ് അതിന് നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ടുള്ള സാധനം മേടിക്കുക. അല്ലാതെ
ഈ 600 രൂപ കൊടുക്കുന്നത് നിങ്ങളെ കമ്പനി ആയിരിക്കും കൊടുക്കുക പലപ്പോഴും, നിങ്ങളല്ല കൊടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വേദന ഇല്ലാതെ ഒരു കമ്പനി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു 1000 പേരുള്ള ഒരു കമ്പനി ഈ ബ്ലൂ കളറിന് കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരു 600,000 700,000 ആണ് കൊടുക്കുന്നത്. അവരുടെ ബഡ്ജറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ട് വേണം അത് ചെയ്യാൻ. അവരുടെ ലാഭത്തിൻ്റെ വീതത്തിൽ അത് ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ ഇല്ല ഇവർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അതിൻ്റെ നന്മ മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുക. ഇവിടെ മിസ്യൂസ് വരാൻ പാടില്ല. ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല ദ്രോഹം ഉണ്ടാക്കുന്നത്, നിങ്ങൾ ഈ സിസ്റ്റത്തിന് തന്നെ ദ്രോഹം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിലേക്ക് പോകാതെ നമ്മൾക്ക് ആവശ്യമുള്ളതിന് പോവാം. ആവശ്യമുള്ള ഒരു MRI വേണമെങ്കിൽ പോവുക. അല്ലെങ്കിൽ എനിക്ക് തലവേദനയാണ്, ഒരു MRI എടുത്തുകൂടെ ഡോക്ടറെ, എന്നിട്ട് ആ ഡോക്ടറെ പോയിട്ട് ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെയല്ല വേണ്ടത്. പകരം ഡോക്ടർക്ക് മനസ്സിലാവും ഇത് ആവശ്യമാണെന്ന്. ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് മാത്രമല്ല പറയുന്നത്, മെഡിക്കൽ പ്രാക്ടീസിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമാണോ ആവശ്യമാണോ നമ്മളുടെ നോളേജ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് നമ്മൾ പറയും. അത് പണ്ടുള്ള ഡോക്ടർമാർ ഒരു ഫുള്ളായിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 90% ഡയഗ്നോസിസിലെത്തും. പിന്നെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിയമത്തിൽ നമ്മൾ ഡോക്ടർമാർക്കും പ്രത്യേക ചാലഞ്ചുണ്ട്. കാരണം നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല, എന്തുകൊണ്ട് വിട്ടുപോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അതൊക്കെ ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ മൊത്തത്തിൽ ഇതെടുക്കുമ്പോൾ എല്ലാവരും തന്നെ ഇതിനെ നല്ല രീതിയിൽ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഉപയോഗിച്ചാൽ ഈ ചെറിയ പൈസ മതി ഒരു അത്യാവശ്യം നല്ലൊരു സെക്യൂരിറ്റി. അതായത് ഇവിടെ ജീവിക്കത്തോളും വർഷത്തിൽ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഈ ചെറിയ പൈസ കിട്ടുന്നു. എൻ്റെ ഒരു അപേക്ഷ ഇത്ര മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്ന ആൾക്കാരായാലും ശരി, അതിന് സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലായാലും ശരി, ഈ പ്രവർത്തന രീതിയിൽ എല്ലാവരും പങ്കാളിയായി മാറുക. ഇതിനെ ഇതുവരെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ പല സ്ഥലത്തും മിസ്യൂസ് ആൻഡ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഞങ്ങളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടാണ്. ആ മിസ്യൂസും അബ്യൂസും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ വരാതിരിക്കുമ്പോൾ പ്രീമിയം കൂടാതെ ഏതൊരു മനുഷ്യൻ വിചാരിച്ചാൽ പോലും, ഏതൊരു വ്യക്തി വിചാരിച്ചാലും 525 രൂപ കൊടുക്കാൻ പറ്റാത്തവരില്ലല്ലോ. ഒരു 65 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യാവുന്നതാണ്, ഏതൊരു മനുഷ്യനും ചെയ്യാവുന്നതാണ്. അത്രത്തോളം എത്തിച്ചതാണ്, അത്ര ഗവേഷണം നടത്തിയാണ് ഇത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ 7,000 ദിർഹം 8,000 ദിർഹം 9,000 ദിർഹംസ് കൊടുക്കേണ്ടത് അത് വലിയ പൈസക്കാരനും അതുപോലെ തന്നെ വലിയ സാലറി കിട്ടുന്നവനും നടക്കുന്ന കാര്യമല്ല. ഇത് എല്ലാവർക്കും കൂടി വേണമെന്ന് വെച്ച് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഞങ്ങളുടെ അറിവ് ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് സംസാരിച്ചു. അവരോട് പറഞ്ഞ് ചെറിയ പ്രീമിയത്തിന് നിങ്ങളാണ് പോളിസി തരണമെന്ന്. ഹോസ്പിറ്റലുകളിലൊക്കെ പോയി പറഞ്ഞു മിസ്യൂസ് അബ്യൂസ് ഇല്ലാതെ ഒരു മനുഷ്യന് വേണ്ടത് ചെയ്തു കൊടുക്കണം. കോർപ്പറേറ്റുകളോട് പറഞ്ഞ് നിങ്ങൾ ചെറിയൊരു പൈസയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ നേട്ടം നിങ്ങളെ ജോലിക്കാരെല്ലാം സുരക്ഷിതമായി അവരുടെ ട്രീറ്റ്മെൻറ്റ് എവിടെ പോയാലും കിട്ടുന്നുണ്ട്. അവർ ദേ ആർ ഹാപ്പി. കാരണം നാട്ടിൽ നിന്ന് വരുമ്പോൾ 2,000 3,000 4,000 ദിർഹംസിനുള്ള ആൾക്കാർ അവർക്ക് എങ്ങനെയാണ് മാസം 200 300 400 കൊടുത്താൽ തീരുക. അപ്പോൾ ഇത്രയും ചെയ്തു വരുന്നതിന് ഒരു റിസർച്ച് ചെയ്ത് നമ്മളിതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് ഗവൺമെൻറ്റിന് കൊടുത്തപ്പോഴാണ് ഈ വക കമ്പൽസറി ഇൻഷുറൻസ് വന്നത്. ഇതിൻ്റെ ബ്യൂട്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ നന്മയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത് മിസ്യൂസ് ചെയ്യല്ല വേണ്ട. ആകെ എനിക്ക് ഈ ഒരു ഇൻഷുറൻസിൽ കഴിഞ്ഞ 10-18 വർഷമായി ഈ കോൺസെപ്റ്റ് കണ്ടുപിടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ENT എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ENT ട്രീറ്റ്മെൻറ്റ് ഒന്നും എവിടെയും നമുക്കിതില്ല. നമ്മൾ ഈ പൊതുവെ കേൾക്കുന്നത് ഈ നേസൽ സെപ്റ്റം എന്ന് പറയും. ഈ മൂക്കിൻ്റെ പാലത്ത് വളവ് വരും. അതിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എടുത്തു കഴിഞ്ഞാൽ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 60 പേർക്കും വളഞ്ഞതിൻ്റെ പറ്റും, അല്ല 60 കൂടാനേ ചാൻസ് ഉള്ളൂ. അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ആൾക്കാർക്ക് ജലദോഷം ഉണ്ടാക്കുകയും ഇടയ്ക്കിടയ്ക്ക് അലർജിക് പ്രോബ്ലംസ് വരികയും എയർ ഫ്ലോ നന്നായി ഇല്ലാത്തതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ നോക്കുക, അതിന് ഇൻഷുറൻസ് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖം വരാനൊരു കാരണം ഈ നാഷണൽ ബ്ലോക്ക് തന്നെ ആയിരിക്കും. നമ്മളിവിടെ നമ്മളെ കാലാവസ്ഥ കൊണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ, മറ്റുള്ള രാജ്യങ്ങൾ വിയർത്ത് പോകുന്ന, ശരീരത്തിൽ പണിയെടുത്തില്ലെങ്കിൽ പോലും വിയർത്ത് പോകുന്ന രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത്ര ഇടയ്ക്കിടയ്ക്ക് ഈ കോൾഡും അല്ലെങ്കിൽ ജലദോഷ പനിയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഈ ചൂട് സ്ഥലങ്ങളിലില്ല. അല്ലെങ്കിൽ ഒരു മിതമായ ഒരു ഹ്യൂമിഡിറ്റി കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഇത്രയും ചൂടും പിന്നെ അതേപോലെ തന്നെ
അത്രയും തണുപ്പിലേക്ക് പോകുമ്പോൾ നമ്മളെ ബോഡിയുടെ എൻവറോൺമെൻറ്റിൽ മാറ്റങ്ങൾ വരികയും ആ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ പെട്ടെന്ന് ഈ പറയുന്ന ജലദോഷങ്ങൾ വരും. ഇപ്പോൾ അടുത്ത സമയത്ത് കോവിഡിന് ശേഷം നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരുവിധം ENT ഡോക്ടർമാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഉണ്ടായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെ ഈ വൈറസ് അറ്റാക്കുകൾ വന്നിട്ട് പണ്ടൊക്കെ ഞങ്ങൾ പറയുക 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒരു വർഷത്തിൽ വൈറസ് സാധാരണഗതിയിൽ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അത് 7 or 8 പ്രാവശ്യമായി. പലതരത്തിലാണ് അതിൻ്റെ സിംറ്റംസ്. ഇവിടെ ENTയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംഭവങ്ങളൊന്നും കവർ ചെയ്യത്തില്ല. അപ്പോൾ ടേബിൾ ഓഫ് ബെനിഫിറ്റ്സ് കവർ ചെയ്യാത്ത ഒരു സാധനം ആയിരിക്കും അവരങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കറക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് സ്ട്രക്ചറൽ കറക്ഷനാണ്. അപ്പോൾ അത് ശരീരത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി അത് സ്ട്രക്ചറൽ ഇതിന് പലതും കവർ ചെയ്യില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ട്രീറ്റ്മെൻറ്റോ അല്ല. ഡെൻ്റലും ഇതും ഐയും തന്നെ സെപ്പറേറ്റ് ആണ്. കാരണം അതിനുള്ള പ്രീമിയം വേറെയാണ്. ഡെൻ്റൽ എന്നാൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു വിഷയം, ഈ സാധാരണ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈ ബ്ലൂ കളറിനായാലും ശരി വൈറ്റ് കളറിനായാലും ശരി എമർജൻസി കവേർഡാണ്. അഥവാ ഒരു ആക്സിഡൻ്റായി ആ സമയത്ത് നിങ്ങളെ പല്ലാണ് അതിനകത്ത് പൊട്ടുകയും ഇതായി കഴിഞ്ഞാൽ അത് കവർ ചെയ്യുന്നു. അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഐ എന്ന് പറയുന്നത് ഐനകത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അത് കവർ ചെയ്യുന്നുണ്ട്. ഐനകത്ത് എന്തെങ്കിലും ഒരു പക്ഷേ എന്ന് വിചാരിച്ച് കാറ്ററാക്ട് കറക്റ്റ് ചെയ്യുന്നില്ല. വിഷൻ കറക്ഷൻ നമുക്ക് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഓപ്റ്റിക്കൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിലുള്ള പ്രീമിയം കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത് വരും. അല്ലാതെ ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ പെയിൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതിങ്ങനത്തെ ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഐ കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഐയിലുള്ള കണ്ണട തരില്ല, മനസ്സിലായത് വിഷൻ കറക്ഷന് തരില്ല. പക്ഷെ കയ്യിലൊരു ഒരു ഇൻഫെക്ഷൻ വന്നു അത് ട്രീറ്റ് ചെയ്യും. അത് വൈറൽ ആയാലും ശരി, ബാക്ടീരിയ ആയാലും ശരി, ഇഞ്ചുറി ആയാലും ശരി, അത് കവർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ഡെൻ്റലിൽ പലതരത്തിലുള്ള ഒരു കൺസ്ട്രക്റ്റീവ് വർക്കാണ്. അതൊരു കോസ്മാറ്റിക് ഇതിലേക്ക് പോകുന്നു. അത് ഇതിൽ കവറില്ല. ഇപ്പോൾ സ്കിന്നിൽ തന്നെ നമ്മൾ പറയും, പലരും ഇവിടെ വന്നിട്ട് എനിക്കിവിടെ ഇങ്ങനെ ഒന്ന് പൊന്തി സ്കിൻ ടാഗ് വന്നിട്ടുണ്ട്. സ്കിൻ ടാഗ് കവർ ചെയ്യില്ല. അതൊരു രോഗത്തിൻ്റെ മാറ്റമല്ല, അതൊരു എക്സ്റ്റേണലായിട്ട് വന്നതിനെ കൊണ്ടത് ഇങ്ങനത്തെ ഉള്ള എക്സ്ക്ലൂഷൻ ഉണ്ടാവും. അത് മനസ്സിലാക്കിയത്. പക്ഷേ നമ്മളിത് ഫോം ചെയ്തേക്കുന്ന ബേസിക് തിയറി വെച്ചാൽ എല്ലാവർക്കും എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടും. എല്ലാ ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ ഇതിനകത്ത് എമർജൻസി കിട്ടുന്നുണ്ട്, പിന്നെ ഡെലിവറി ഒക്കെ പോകുന്നുണ്ട്, മെറ്റർണിറ്റി കവർ ചെയ്യുന്നുണ്ട്, എല്ലാ സർജറിയും കവർ ചെയ്യുന്നു, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നു, കിഡ്നി ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നു, എന്താ കവർ ചെയ്യാത്ത എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു കോസ്മാറ്റിക്കായിട്ട് വരുന്ന സാധനങ്ങൾ എക്സ്ക്ലൂഷനിലേക്ക് വരും. അതുകൊണ്ട് മാത്രമാണ് കവറാത്തത്. ENTയിലൊക്കെ പല ട്രീറ്റ്മെൻറ്റും കവേർഡാണ്. ഇതുപോലെ വളരെ അപൂർവം ഈ കോക്ലിയർ ചെവി കേൾക്കാതെ വന്നാൽ അതിനൊരു ഇംപ്ലാന്റേഷനൊക്കെ ചെയ്യും. അങ്ങനത്തെ സാധനങ്ങൾ ഡിവൈസുകളൊക്കെ കവർ ചെയ്യില്ല. അത് സെൽഫായിട്ട് ചെയ്യേണ്ടി വരും. എല്ലാം കൂടി കിട്ടുന്നതാണ്. അത് 8,000-9,000 മിനിമം വേണം. അതൊരു ഇൻഡിവിജ്വലിന് പറയുന്ന ഒരു 40 വയസ്സിന് താഴെയുള്ളവർക്ക്. അത് തന്നെ 60 വയസ്സാകുന്നുണ്ടെങ്കിൽ 18,000 വേണം ഒരു ഇൻഡിവിജ്വൽ വരുമ്പോൾ തന്നെ. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാനെന്താ വിചാരിച്ചു തരിക, കഴിവുള്ളവൻ അവൻ ഏതെങ്കിലും വഴി കണ്ടെത്തും. അവന് ഇൻഷുറൻസ് വേണ്ട. വരുമാനമുള്ളവൻ അവൻ വേറെ വഴി കണ്ടെത്തും. അവന് വഴിയുണ്ട്. ഇത് നമ്മളെന്താ വിചാരിക്കുന്നത്, സാധാരണ ജീവിച്ച് പോകുന്ന ആൾക്കാർ, ഇടത്തരപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് ഒരു 19,000 രൂപ സർജറിക്ക് കൊടുക്കേണ്ടി വന്നാൽ അവർ ആ വർഷം അതിന് മുന്നത്തെ വർഷം ശേഖരിച്ച് വെച്ചിരുന്ന ഒരു ഗ്രൂപ്പുകാർ അത് മൊത്തം ആ പൈസ അതിൽ പോകും. ഇനി ഒന്ന് അത്രയും പൈസ സേവ് ചെയ്യാനുള്ള കഴിവില്ലാത്ത നോർമൽ സാലറിയിൽ മേടിക്കുന്നത്. ഇത് 2 പേരാണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷമം വരുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി ഉണ്ടാക്കിയത്. അതിൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഈ 10-18 വർഷത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് 15 വർഷമായി. ദുബായിൽ 2014 തൊട്ടിട്ട് കമ്പൽസറി ഇൻഷുറൻസ്. ഞാൻ കാണുന്ന ആൾക്കാരെല്ലാം എന്നോട് നന്ദി പറഞ്ഞ് നടക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിന് ഞാനും ഒരു കാരണമായതുകൊണ്ട്. അബുദാബിയിൽ 2007 തന്നെ ഗവൺമെൻറ് കൊണ്ടുവന്നു. ഇതെല്ലാം ഈ കോൺസെപ്റ്റിലാണ് വന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇതൊരിക്കലും നമുക്ക് ഇപ്പോൾ 8 മില്യൺ ആൾക്കാർ ഇതിനകത്ത് ഇൻഷുറൻസ് ഉണ്ട്. 8 മില്യൺ ആൾക്കാർ രോഗിയാണോ? 10 മില്യൺ ഉള്ളതിൽ ഇല്ലല്ലോ. അതിൽ ഒരു 30% അവർക്ക് ഈ സീസണൽ ഡിസീസ് എന്ന് പറയും. ഒരു വർഷത്തിൽ ഒരു വയറ്റുവേദന, ഒരു ജലദോഷം, ഒരു പനി, ഒരു തലവേദന, ഇങ്ങനത്തെയൊക്കെ ഒരു 3-4 പ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇത് പിന്നെ ഒരു 6-7% ക്രിട്ടിക്കൽ കെയർ വേണ്ടവർ വരും. പെട്ടെന്ന് അവരുടെ അംഗങ്ങളിൽ പിന്നെ ഹാർട്ടിനോ അല്ലെങ്കിൽ കിഡ്നിക്കോ ലിവറിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട്
പിന്നെ ഉള്ളത് ആക്സിഡൻ്റായിട്ട് ഒരു 3%. ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇതിനാണ് ഈ പറയുന്ന ബാക്കി എല്ലാവരും കൂടി ചെറിയ ചെറിയ തുക കൊടുത്തപ്പോൾ അത് ഒരു വലിയൊരു എമൗണ്ട് ആവുകയും അത് നമ്മളെപ്പോലെ മാനേജ് ചെയ്യുന്ന കമ്പനികൾ അത് മാനേജ് ചെയ്യും. എന്നാൽ രോഗിക്ക് വേണ്ടത് രോഗിക്ക് കൊടുക്കേണ്ടത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തതാണ്. അതെല്ലാ ഇൻഷുറൻസ് കമ്പനികളും എല്ലാ ഞങ്ങളെപ്പോലെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ഇൻഡിവിജ്വൽ കാണുമ്പോൾ അതിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾ ചിന്തകൾ ഇതിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടും ചോദിക്കുന്നത് ഈ കവർ ചെയ്ത സാധനമല്ല, കവർ ചെയ്യാത്ത സാധനത്തിനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് ബോധം വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും. പക്ഷേ ഇറ്റ്സ് എ ലാർജ് എക്സ്റ്റെൻറ്റ് ദിസ് ഈസ് വൺ ഓഫ് ദ വണ്ടർഫുൾ തിങ്. ഈ രാജ്യവും ഈ രാജ്യത്തിലെ ഭരണാധികാരികളും ഇത് ഏറ്റെടുക്കുകയും ഇതിങ്ങനെ ചെയ്യണമെന്ന്. വേറെ ഒരു കൺട്രിയിലും ഇത്ര ക്വാണ്ടിറ്റി ഇല്ല. ഇത്ര ക്വാണ്ടിറ്റി 10 മില്യൺ ആൾക്കാരിൽ ഇപ്പോൾ 8 മില്യൺ. ഇപ്പോൾ അതാ ഷാർജയിൽ പിന്നെ മറ്റേ നോർത്ത് എമിറേറ്റ്സിലും ജനുവരി തൊട്ട് കമ്പൽസറി ആക്കി. അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എടുക്കാം, വലിയ ഇൻഷുറൻസ് എടുക്കാം, ചെറിയ എടുക്കാം, പക്ഷേ നിർബന്ധമായി നിങ്ങൾ എടുത്തിരിക്കണം. ചെറിയ എമൗണ്ട് വരുമ്പോൾ തന്നെ അവിടെയും 500-600 രൂപയ്ക്ക് ഇപ്പോൾ കുറേ ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങി. ഇതിൻ്റെ നല്ല ഉദ്ദേശം സെക്യൂർ ആവുക എന്നുള്ളതാണ്. പിന്നെയാണ് ലക്ഷറിയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചോദ്യത്തിൽ ഈ ലക്ഷറിയിലേക്ക് എത്തുന്നത് നമ്മളെപ്പോൾ ഒരു കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ഈ ലക്ഷറി അല്ലാതെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ മതി, നമുക്ക് മാരകമായ രോഗത്തു നിന്ന് മാറിക്കിട്ടണം, അതിനുള്ള വഴി എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇത് ധാരാളം മതി എന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഇതിനകത്ത് ഈ കവറേജിൽ ഓരോരോ പോളിസിയിലും ഇവിടുന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പലരും 5000 ദിർഹംസ് വരെ ഈ ഇവിടുന്ന് ആ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കവറേജ് ഉണ്ട്. മനസ്സിലാകുന്നില്ല. ഈ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന് വേറെ ഇൻഷുറൻസ് കമ്പനിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അത് 2 തരത്തിലാണ് ഉണ്ട്. വർക്ക്മെൻ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഇൻഷുറൻസ്. അത് ചെറിയ പൈസയെ ഉള്ളൂ, അതൊരു കമ്പനി വിചാരിച്ചാൽ നടക്കുള്ളൂ, അതൊരു ഇൻഡിവിജ്വലിന് കൊടുക്കില്ല അവർ. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വയബിൾ അല്ല ഇൻഷുറൻസ് കമ്പനിക്ക്. അപ്പോൾ ഒരു 10-60-70 ദിർഹംസാണ് അവർ ഇതിന് മുതലാക്കുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അതായത് ഒരു കൈ ആണ് കട്ടായിപ്പോയത്, വിരലുകളാണ് കട്ടായിപ്പോയത്, എനിക്ക് ഓരോന്നിനും ഇത്ര എമൗണ്ട് അവർ റീഇംബേഴ്സ് ചെയ്യുക. അത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളത് ഒന്ന് പൊതുവെ നമ്മൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് നിങ്ങൾക്കറിയാം എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഒരു വണ്ടിയും നിലത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ പറ്റില്ല, അതാണ് നിയമം. ഇവിടെയൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. അതിലിതെല്ലാം കവർ ചെയ്യുന്നത്. ആക്സിഡൻറ്റ് സമയത്ത് ഉണ്ടാകുന്ന എന്ത് വിഷയവും അതിൽ ഇന്നതാണ് കവർ ചെയ്യുന്നത്, ഇത്ര എമൗണ്ടാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായുണ്ട്. ഇത് പൊതുജനങ്ങൾക്കും അത് ആ അറിവ് വരണം. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാനലിൽ കൂടിയിട്ടത് എല്ലാവരും ഒരു എന്താ പറയുക, ആക്സിഡൻറ്റ് പിന്നെ ഇൻഷുറൻസ് എന്താണ്, വർക്ക്മെൻ കോമ്പൻസേഷൻ എന്താണ്, ഈ റെഗുലേറ്റർ പ്രകാരം മെഡിക്കൽ ഇൻഷുറൻസ് തരപ്പെടുന്നത് എന്തിനാണെന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ തന്നെ അവരവർ ക്ലെയിംസുകളിലേക്ക് പോയി ചോദിക്കാവുന്നതാണ്. അങ്ങനെ ഇതിനകത്ത് ഒരു പദ്ധതിയുള്ളത്. ഐ തിങ്ക് ഇത് ഇപ്പോൾ നമ്മൾ സാധാരണ പറയുക ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് മോർ ഇൻഫർമേഷനായി മാറുമ്പോൾ അത് തകരാറ് കൂടും. ആർക്കാ തകരാറ് കൂടുക? ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ അംശം കൂടുകയും അതുകൊണ്ട് പ്രീമിയം കൂടുക ചെയ്യുക. ഇതിപ്പോൾ ഇൻഷുറൻസ് എവിടെ നിന്നെങ്കിലും എടുത്ത് തരില്ലല്ലോ. അവരൊരു കാൽക്കുലേറ്റ് ചെയ്ത് 100 പേരിൽ ഒരു 30 പേർക്കാണ് പ്രശ്നം വന്നത്, അപ്പോൾ 70 പേരും കൂടി സഹായിച്ചുകൊണ്ട് അത് നമുക്ക് നന്നായി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അത് നിലനിൽക്കാൻ വേണ്ടി എല്ലാവരും നോക്കുക. നാട്ടിൽ ഐ തിങ്ക് ഇപ്പം ഉപദേശിക്കുമ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാട്ടിലും പണ്ട് ചില സെഗ്മെൻറ്റിൽ മാത്രം, പല സെഗ്മെൻറ്റിൽ മാത്രമേ ഈ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇത്ര ലിമിറ്റ് വരെ വരുമാനമുള്ളവർക്ക്, അതിന് താഴെ ഉള്ളവർക്ക് ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന, പണ്ട് 2 ലക്ഷമായിരുന്നു, 5 ലക്ഷമായി, ഇങ്ങനെ ഇത് വരുന്നുണ്ട്. ഇപ്പം പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ഏകദേശം ഈ പോവർട്ടി ലൈനൊക്കെ ബേസ് ചെയ്തിട്ട് ഏകദേശം 50 കോടി ജനങ്ങൾക്ക് ഇത് എത്തിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം ബേസ് ഇത് തന്നെയാണ്. അത് ഗവൺമെൻറ് കൊടുത്താലും ശരി, ഒരു കോർപ്പറേറ്റ് കൊടുത്താലും ശരി, ഇതിൻ്റെ ഉപയോഗം ഇന്ന് ഇന്ത്യയിലൊക്കെ ഏറ്റവും വലിയ മിസ്യൂസും അബ്യൂസുമാണ്. ഇതിൻ്റെ ഒരു ഘടകമാണ് ഇൻഷുറൻസ് വരുമ്പോൾ ഫ്രോഡ് ആൻഡ് മിസ്യൂസ് ആൻഡ് അബ്യൂസ് എന്ന് പറയും. ഇത് ഒഴിവാക്കിയാൽ തന്നെ പിന്നെയും നമുക്കൊരു 8% 9% ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള പൈസ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഉപദേശം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ.
നാട് നന്നായി വരുന്നുണ്ട്, അതറിയാം. പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇങ്ങനത്തെ പദ്ധതികളൊക്കെ കുറിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. കാരണം ആന്ധ്രയിലും അതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ ഇങ്ങനത്തെ ഇൻഷുറൻസ് കവറേജ് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് പലതും ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ വരേണ്ട ഒരു ആവശ്യമാണ്. ഞാനടക്കം അങ്ങനെ ഒരു ചിന്തയിൽ പലപ്പോഴും പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഞാൻ വരെ അതിനു വേണ്ടി തയ്യാറാകും. ഇതിന് ഒരു 2-3 പ്രാവശ്യം എനിക്ക് എൻ്റെ കൂടെ ചില ഗവൺമെൻറ് ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ നടപ്പിലാക്കിയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന വലിയൊരു അത് ജനങ്ങളാലും ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനത്തെ പദ്ധതികൾ. അവരുടെ മെഡിക്കൽ സെക്യൂരിറ്റി അത് ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ഇവിടെ ചെയ്ത പോലെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യരായി ജീവിക്കുമ്പോൾ ഫുഡ്, പിന്നെ ഹെൽത്ത്, പിന്നെ താമസം, ഇത് 3ഉം ഒരു മനുഷ്യന് കിട്ടിയ സമത്വം ഏകദേശം എത്തിക്കഴിഞ്ഞെന്നുള്ള അതാണല്ലോ എല്ലാവരുടെയും ഫോക്കസ്. അതിൽ ഹെൽത്തിൽ ഇങ്ങനെ കുറേ ചെയ്യാനുണ്ട്. ഉപദേശം എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്വഭാവം അവിടെ ഇല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ അടുത്ത സമയങ്ങളിലാണ് നമ്മളൊക്കെ ഒരു മുമ്പേ പറഞ്ഞിരുന്നു, ഈ ഹെൽത്ത് ഡാറ്റ ഒരുമിച്ച് കിട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മൾ ഹെൽത്ത് ബഡ്ജറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും, ഹെൽത്ത് ബഡ്ജറ്റില്ലാതെ എന്തൊക്കെ വരുന്നുണ്ടെന്നറിയാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ക്ലിനിക്കുകളും അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഡാറ്റയൊക്കെ ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിലേക്ക് എത്തിക്കുകയും അതിലാണ് അവർ തീരുമാനിക്കുന്നത് ഇന്ന രോഗികൾ ഇത്ര രോഗികൾ നമുക്ക് വേണ്ടി വന്നു, അപ്പോൾ ഇത്രയും രോഗികൾ വന്നുള്ള ഇത്രയും ഫാർമസികൾ വേണം, ഇത്രയും ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് വേണം എന്നുള്ളതൊക്കെ ഒരു ഗവേഷണം നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം, ഇപ്പോൾ കേരളത്തിലൊക്കെ സംബന്ധിച്ചോളം വളരെ മുൻപന്തിയില്ല. കേരളത്തിന് അധികം ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കേരളം ഇക്കാര്യത്തിൽ അങ്ങേയറ്റം പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ്, ഫാമിലി വെൽഫെയർ പ്രോഗ്രാമൊക്കെ ഒരുവിധം നന്നായി ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. എന്നുവെച്ചാൽ അല്ലെങ്കിൽ നന്നായി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് വേണം പറയാം. അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, 2 പേരും നന്നായാണ് പ്രവർത്തിക്കുക. കാരണം നമ്മളുടെ അറിവുള്ള മനുഷ്യർ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് അതാണ് അതിൻ്റെ മേറ്റർ. നിങ്ങൾ പറയുന്നത് മറ്റേ വിസിറ്റ് വിസയിൽ വരുന്നത്. വിസിറ്റ് വിസയിൽ വരുമ്പോൾ വിസിറ്റ് വിസയിൽ ഒരു പോർഷൻ ഓഫ് ദ അമൗണ്ട് ഇൻഷുർഡ് ആണ്. നിങ്ങളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിൽ ഈ ആക്സിഡൻറ്റ്, എമർജൻസി ഇത് രണ്ടും കവേർഡാണ്. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇത് കവർ ചെയ്യുക. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ആവശ്യമായിട്ട് നിങ്ങൾക്കിത് പോകേണ്ടി വന്നു, അവിടെയാണ് ഇത്രയും ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ ആ പോകുമ്പോൾ തന്നെ വിസ കോപ്പി കാണിച്ചാൽ അവർ ആ ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതിന് അവിടെ കൗണ്ടറുകളുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ സർവീസ് കൊടുത്തത്. അതുകൊണ്ട് വിസിറ്റ് വരുന്ന ആൾക്കാർക്ക് ഒരു ഭയം വേണ്ട. അൺലെസ് അതർവൈസ് അവരുടെ ഡെയിലി മെയിൻ്റനൻസ് അസുഖമുണ്ടല്ലോ, അതിനുള്ള ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഇതിനൊക്കെ മരുന്നുകളൊക്കെ കരുതി വേണം വരാൻ. കാരണം ഇവിടെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ വരുമ്പോൾ, നാട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെക്കാട്ടിലും ഒരു എന്താ പറയുക 5 times പ്രൈസ് വലുതാണ്. ചിലതിലൊക്കെ 10 times വലുതാണ്. കാരണം ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പൈസയുടെ കാര്യം. അപ്പോൾ ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് അവർക്ക് വിസിറ്റിൽ വരുമ്പോൾ അവനവൻ്റെ മെഡിസിൻസ് അവനവന് ഉപയോഗിക്കാവുന്നത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട്. ക്രോണിക് പേഷ്യൻസുകൾ 2 മാസത്തെ മെഡിസിൻ ഇവിടെ കൊണ്ടുവരാം, അത് അനുവദിച്ച് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. അതൊക്കെ നേരത്തെ എത്രയോ പ്രാവശ്യം പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇവിടെ വരുമ്പോൾ, രോഗമുള്ള ഒരാൾ അയാളുടെ മരുന്ന് അയാൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് 2 മാസത്തേക്ക് തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവരാം. പക്ഷേ ഒന്നിൽ മറ്റേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം എന്നുള്ളതാണ്.